ഫിഖ് 76 ഷർത്തുകൾ പരിപൂർണമാക്കാൻ സാധിക്കാതെ വരുമ്പോൾ എങ്ങനെ നിസ്കരിക്കണം? ഇതാണ് ചർച്ച. ചെറിയ വലിയ അശുദ്ധികൾ ശുദ്ധീകരിക്കാൻ സാധിക്കാതെ വന്നാലും നജസ് നീക്കാൻ സാധിക്കാതെ വന്നാലും എന്ത് ചെയ്യണമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി സത്രുൽ ഔറത്ത് മറക്കലാണ്. അത് ഷർത്താണ്. ആ ഷർത്ത് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ എങ്ങനെ നിസ്കരിക്കണം? മൻ ഫഖദ സൗബ, വസ്ത്രം ഇല്ലാതെ വന്നവൻ, ഔറത്ത് മറക്കാൻ വസ്ത്രമില്ല, എന്നാൽ ലസിമഹു സത്രു ഔറത്തിഹി ബിത്തീനിൻ, ചളി എടുത്തിട്ട് പൂശണം ഔറത്തിൽ, ഔ ഹശീഷിൻ, അല്ലെ പുല്ലെടുത്തിട്ട് മറക്കണം, ഔ വറക്കിൻ, അല്ലെങ്കിൽ മരത്തിന്റെ ഇല വെച്ചുകൊണ്ട് മറക്കണം, ഔ അരി, മറ്റേതെങ്കിലും താഹിറായ വസ്തു എടുത്തുകൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ട് നിസ്കരിക്കണം. അതാണ് വസ്ത്രം ലഭിക്കാതെ ഒരാൾ ബുദ്ധിമുട്ടിയാൽ ചെയ്യേണ്ടത്. വലോ ഖദ്റ അലാ ബാലിസാത്തിരി ലസിമഹു അസ്സത്റു ബിമാ വജദ, ഔറത്ത് മുഴുവനും മറക്കാൻ മാത്രം വസ്ത്രമില്ലെങ്കിൽ ഉള്ളതുകൊണ്ട് മറക്കൽ നിർബന്ധമാണ്. ഉള്ളത് ഉപയോഗിക്കൽ നിർബന്ധമാണ്. ഉള്ളത് ഉപയോഗിക്കുമ്പോൾ മുഖദ്ദിമൻ സൗഅത്തൈനി, മുൻപിൻദ്വാരങ്ങൾക്ക് മുൻഗണന നൽകണം. മുൻപിൻദ്വാരങ്ങൾ മറക്കാൻ മാത്രമില്ലെങ്കിലോ ഫൽഖുബുല, മുൻദ്വാരത്തിന് മുൻഗണന നൽകണം. അങ്ങനെയാണ് കിട്ടിയത് കൊണ്ട് ധരിക്കേണ്ടത്, മറക്കേണ്ടത്. ഒന്നും കിട്ടിയില്ലെങ്കിലോ ഫഇല്ലം നജിദി സാത്തിറ അസ്ലൻ, ഒന്നും ഔറത്ത് മറക്കാൻ കിട്ടിയില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. ജയിലിൽ അടക്കപ്പെടുകയോ യാത്രയിൽ അപകടത്തിൽ പെട്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ സല്ലാ ഉരിയാൻ നഗ്നനായി നിസ്കരിക്കണം. ഇതിൽ അയ്യായത്തിൽ മടക്കേണ്ടതില്ല. ഇതാണ് ഔറത്ത് മറക്കുക എന്ന ഷർത്ത് പാലിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചെയ്യേണ്ട നിസ്കാരത്തിന്റെ രൂപം. ഇനി മാരിഫത്തുൽ വക്തി, സമയമറിയൽ. സമയം അറിയുക എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണല്ലോ. മൻ ജഹിൽ വക്ത, ഒരാൾക്ക് സമയത്തെക്കുറിച്ചൊന്നും അറിയാതെ വന്നു. അയാൾ ഏതോ ഒരു മൂലയിലാണ് താമസിക്കുന്നത്, ബാങ്കൊന്നും കേൾക്കാത്ത, അല്ലെ ഫ്ലൈറ്റിലോ മറ്റോ ആണ്, അത് ഇരുട്ടത്താണ്, മരുഭൂമി പെട്ടുപോയതാണ്. വലം യുഹ്ദിറുഹു ബിഹി സിഖത്തുൻ, വിശ്വസ്തനായ ഒരാൾ പറയാനും ഉണ്ടായില്ലെങ്കിൽ ഇജ്തിഹദ ബിനഹ്ജി വിർദിൻ, അയാളുടെ പതിവ് ചര്യകൾ വെച്ചുകൊണ്ട് ഗവേഷണം നടത്തണം. ഞാനിപ്പോൾ സാധാരണ സുബഹിസ്കരിച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയമാവും, പിന്നെ എന്തൊക്കെ ചെയ്താൽ എത്ര സമയമാവും, അപ്പം ദൂരം കൊടുക്കും. അങ്ങനെയുള്ള അയാളുടെ പതിവ് ചര്യ വെച്ചുകൊണ്ട് അയാൾ ഗവേഷണം ചെയ്തിട്ട് ഏകദേശം സമയം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി ഫഇംബാന അന്ന സ്വലാത്തുഹു ഖബല വക്തിഹ ആയത, അങ്ങനെ ഗവേഷണം നടത്തി നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു നിസ്കാരം സമയത്തിന് മുമ്പായിരുന്നുവെന്ന്, എന്നാൽ മടക്കണം. വയില്ല ഫല, അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മടക്കേണ്ടതില്ല. ഇനി വൈലം യഖ്ദിർ അലാ മാരിഫത്തിഹി ബി ഷൈഇൻ മിമ്മാ ദുക്കിറ, പറയപ്പെട്ട ഒരു മാനദണ്ഡവും വെച്ചുകൊണ്ട് സമയം അറിയാൻ സാധിച്ചില്ല, അങ്ങനത്തെ ഒരു വിറുതും ഉണ്ടായിരുന്നില്ല, എള്ളയും മറന്നുപോയി, ആകെ ഒരു പരിഭ്രമം വന്നു, അങ്ങനെയുള്ളൊരു വഴികളും കാണാതെ വന്നു, സമയമായോ ഇല്ലേ എന്നൊരു വലിയ ആശങ്കയും, സ്വല്ല, അത് നിസ്കരിക്കന്നെ. അവന്റെ അഭിപ്രായം അനുസരിച്ചും അവൻ ഏകദേശം കണക്ക് വെച്ചുകൊണ്ടും യഹ്റുമത്തുൽ വക്തി, സമയത്തിന്റെ പവിത്രത പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കാതിരിക്കരുത്. സുമ്മായത, പിന്നെ മടക്കുകയും വേണം. ഇതാണ് സമയത്തെക്കുറിച്ച് അറിയാൻ വഴികളില്ലാത്തവന്റെ നിസ്കാരത്തിന്റെ രൂപം. ഇനി അഞ്ചാമതായി പറഞ്ഞത് കിബിലക്ക് മുന്നിലുള്ള ഇസ്തിഖ്ബാലുൽ കിബില. മൻ തഹയ്യറ ഫീ അംറിൽ കിബിലത്തി, കിബിലയുടെ വിഷയത്തിൽ ഒരാൾക്ക് പരിഭ്രമം വന്നു, ആകെ ആശങ്കാകുലനായി. വലാക്കൽ വക്തു, സമയം ഇവിടെ ഇടുങ്ങുകയും ചെയ്തു. എന്നാൽ സല്ലാ ഇല ഐ ജിഹത്തിൻ ഷാ, ഇഷ്ടമുള്ള ഏത് ഭാഗത്തേക്കും തിരിഞ്ഞു നിസ്കരിക്കാം. സുമ്മ ആയത, പിന്നെ മടക്കണം. പ്രവാസികളൊക്കെ ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ അകപ്പെടും ചില സമയത്തൊക്കെ. രാത്രിയാന്ന് വെക്കുക, ചന്ദ്രനെ നോക്കിയിട്ടോ അതല്ലെങ്കിൽ നക്ഷത്രം നോക്കിയിട്ടോ മറ്റു ലൈറ്റുകൾ നോക്കിയിട്ടോ ഒന്നും ദിശ കണ്ടെത്താൻ സാധിച്ചില്ല. കപ്പലിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, കപ്പൽ യാത്ര ചെയ്യുന്നവർ, രാത്രിയിലും മറ്റുമൊക്കെ. പകലാകുമ്പോൾ കുറേ സൂര്യനെ കണ്ടിട്ട് ദിശ മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അങ്ങനെ മീൻപിടുത്തക്കാരായിട്ടുള്ള മുഅ്മിനീങ്ങൾ ഉണ്ടാവും. അങ്ങനെ ദിശ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ സമയമായിട്ടുണ്ട്, ഞാൻ നിസ്കരിക്കണേ,
പിന്നെ മടക്കി നിസ്കരിക്കണം എന്ന് മാത്രം. വമൻ അജ്സാൻ ഇസ്തിഖ്ബാലിഹ, കിബിലക്ക് മുന്നിടാൻ സാധിക്കാതെ വന്നു, കമരീലിൻ, ഒരു രോഗിയെ പോലെ. അയാൾ ഇപ്പോൾ കിബിലക്ക് അഭിമുഖമായിട്ടല്ല കിടക്കുന്നത്, വേറെ നിൽക്കാം, കിബില പിൻഭാഗത്താണ്. ലാ യജിദു മൻ യുവജ്ജിഹു ഇലൈഹ, അയാളെ കിബിലക്ക് തിരിച്ചു കിടത്താൻ പറ്റുന്ന ഒരാളും ഇവിടെ ഇല്ല. എന്നാൽ എന്ത് ചെയ്യും? അയാൾക്കറിയാം കിബില ഏത് ഭാഗത്താണ്, പക്ഷെ കിബിലക്ക് തിരിച്ചു കിടത്താൻ ആരും ഇവിടെ ഇല്ല. പക്ക മർബൂത്തിനില ഒരു ജിഹത്തിഹ, കിബിലയുടെ ഭാഗം അല്ലാത്തിടത്തേക്ക് ഒരാളെ കെട്ടിയിട്ടു, ചുമരുമ്പലും മതിലുമലും ഒക്കെ തൂണുമലൊക്കെ കെട്ടിയിട്ടു. അയച്ചുവിടാൻ ആരുമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫയുസല്ലി അലാ ഹാലിഹി, അങ്ങനെ തന്നെ നിസ്കരിക്കാം. സുമ്മ യുഈദു, പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. അപ്പം മൊത്തത്തിൽ അശുദ്ധിയിൽ നിന്നും ബോഡിയിലെ നജിസിൽ നിന്നും ശുദ്ധിയാക്കാൻ സാധിക്കാത്തവൻ, അല്ലെങ്കിൽ സമയം അറിയാൻ സാധിക്കാത്തവൻ, അല്ലെങ്കിൽ കിബിലയിലേക്ക് തിരിയാൻ സാധിക്കാത്തവൻ നിസ്കരിക്കണം, പിന്നെ മടക്കണം. അതേസമയം ഔറത്ത് മറക്കാൻ സാധിക്കാത്തവൻ, വസ്ത്രമില്ലാത്തത് കൊണ്ടോ നജിസായിട്ട് ശുദ്ധീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ വസ്ത്രമില്ല നഗ്നനായി നിസ്കരിച്ചവൻ, അവൻ നഗ്നനായി നിസ്കരിച്ചതിന് ശേഷം പിന്നെ മടക്കേണ്ടതില്ല. ഇതാണ് ഇത് സംബന്ധമായിട്ടുള്ള മൊത്തത്തിലെ മസ്അല.